നമസ്കാരം. ബംഗ്ലാദേശിൽ അധികാരമേറ്റ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ തങ്ങളുടെ നിർണായകമായ തീസ്ത നദി പുനരുദ്ധാരണ പദ്ധതിക്കായി ചൈനയുടെ സഹായം ഔദ്യോഗികമായി തേടിയത് ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ബെയ്ജിങ്ങിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ തീസ്ത റിവർ കോംപ്രിഹെൻസീവ് മാനേജ്മെൻറ്റ് ആൻഡ് റീസ്റ്റോറേഷൻ പ്രോജക്റ്റ് പ്രധാന ചർച്ചാ വിഷയമായിട്ടുണ്ട്. സിക്കിമിലെ ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പശ്ചിമ ബംഗാളിലൂടെ ഒഴുകി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്ന തീസ്ത നദി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗവും കൃഷിക്കായുള്ള പ്രധാന ജലസ്രോതസ്സുമാണ്. ഇന്ത്യയുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന ജലം പങ്കുവയ്ക്കൽ തർക്കങ്ങൾക്കിടയിൽ ഈ പദ്ധതിക്കായി ചൈനയെ കൂട്ടുപിടിക്കാനുള്ള ബംഗ്ലാദേശിൻ്റെ നീക്കം ദില്ലിയെയും ധാക്കയും തമ്മിലുള്ള ബന്ധത്തിൽ നിഴൽ വീഴ്ത്തുവാൻ സാധ്യതകൾ ഏറെയാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുമായി സഹകരിച്ച് ബംഗ്ലാദേശിൻ്റെ വികസന തന്ത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തങ്ങൾ സന്നദ്ധരാണെന്ന് വിദേശകാര്യമന്ത്രി വാങ് യി വ്യക്തമാക്കിയത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവകരമായ കാര്യമാണ്. ബംഗ്ലാദേശിൻ്റെ പരമാധികാരത്തെയും വികസന പാതയെയും പിന്തുണയ്ക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സിലിഗുരി കോറിഡോറിന് സമീപം അഥവാ ചിക്കൻ നെക്കിന് സമീപം ചൈനയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് സുരക്ഷാ ഭീഷണിയായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനമുള്ള സിലിഗുരി കോറിഡോർ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകവും എന്നാൽ സുരക്ഷാപരമായി ഏറ്റവും ദുർബലവുമായ മേഖലയാണ്. പശ്ചിമ ബംഗാളിലെ സിലിഗുരിക്ക് സമീപം വെറും 20 മുതൽ 22 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള ഈ ഇടുങ്ങിയ പാതയാണ് ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നത്. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം ഇന്ത്യയുടെ പ്രതിരോധ ഭൂപടത്തിൽ ഏറ്റവും നിർണായകമാണ്. ഈ മേഖലയ്ക്ക് സമീപം ചൈന തങ്ങളുടെ സ്വാധീനവും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളികൾ അതീവ ഗൗരവകരമാണ്. വടക്ക് കിഴക്കൻ മേഖലയെ ഇന്ത്യയിൽ നിന്ന് സൈനികമായി ഒറ്റപ്പെടുത്തുവാൻ ചൈനയ്ക്ക് സാധിക്കും എന്നതാണ് ഈ ഭീഷണിയുടെ ഏറ്റവും വലിയ വശം. സിലിഗുരി കോറിഡോറിന് തൊട്ടടുത്ത് കിടക്കുന്ന ചുംബി താഴ്വരയിൽ ചൈന നടത്തിവരുന്ന സൈനിക നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇന്ത്യയെ പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നത്. ചുംബി താഴ്വര ഇന്ത്യയുടെയും ഭൂട്ടാൻ്റെയും അതിർത്തികളിലേക്ക് ഒരു കഠാര പോലെ നീണ്ടു നിൽക്കുന്ന പ്രദേശമാണ്. ഇവിടെ ചൈന നിർമ്മിക്കുന്ന റോഡുകൾ, റെയിൽവേ പാതകൾ, സൈനിക താവളങ്ങൾ എന്നിവ യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ചൈനീസ് സൈന്യത്തിന് അതിവേഗം സിലിഗുരി കോറിഡോറിലേക്ക് എത്തുവാൻ സഹായിക്കും. 2017 ഡോക്ലാം സംഘർഷം ഇതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു. സിലിഗുരി കോറിഡോറിനെ ലക്ഷ്യമിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാനാണ് അന്ന് ഇന്ത്യ ശക്തമായി ഇടപെടുന്നത്. ഈ ഇടുങ്ങിയ പാത ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടാൽ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ചരക്ക് നീക്കവും സൈനിക നീക്കവും പൂർണ്ണമായും നിലയ്ക്കും. ഇത് ഇന്ത്യയുടെ വലിയൊരു ദൗർബല്യമാണ്. അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ചൈന നടത്തുന്ന സാമ്പത്തികവും നയതന്ത്രപരവുമായ കടന്നുകയറ്റം സിലിഗുരിയുടെ സുരക്ഷാ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ബംഗ്ലാദേശിലെ തീസ്ത നദി പുനരുദ്ധാരണ പദ്ധതി പോലെയുള്ള വൻകിട പദ്ധതികളിൽ ചൈനീസ് പങ്കാളിത്തം വരുന്നത് സിലിഗുരി കോറിഡോറിന് തൊട്ടടുത്ത് ചൈനീസ് സാന്നിധ്യം നിയമപരമായി ഉറപ്പാക്കാൻ അവരെ സഹായിക്കും. ഇതിനു പുറമെ നേപ്പാളിലും ഭൂട്ടാനിലും ചൈന നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഇന്ത്യയുടെ ഈ സുരക്ഷാ കവചത്തെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ബംഗ്ലാദേശിലോ നേപ്പാളിലോ ചൈനയ്ക്ക് ലഭിക്കുന്ന ഏത് തരത്തിലുള്ള സൈനികമോ സാങ്കേതികമോ ആയ മേധാവിത്വം സിലിഗുരിയെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണ്. ഇൻ്റലിജൻസ് നിരീക്ഷണ സംവിധാനങ്ങളും മിസൈൽ താവളങ്ങളും ഈ അതിർത്തികളിൽ ചൈന സ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്താനും വിനിമയ സംവിധാനങ്ങൾ തകർക്കാനും ഇടയാക്കും. ഭാവിയെ മുൻനിർത്തി ചൈനയുടെ ഈ സലാമി സ്ലൈഡിംഗ് തന്ത്രത്തെ പ്രതിരോധിക്കുവാൻ ഇന്ത്യ വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. സിലിഗുരി കോറിഡോറിന് പകരമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് പാതകൾ വികസിപ്പിക്കുക എന്നത് ഇതിൽ പ്രധാനമാണ്. ബംഗ്ലാദേശ് വഴിയുള്ള ചിറ്റഗോങ് തുറമുഖ ഉപയോഗം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ജലപാതകളിലൂടെ ബന്ധിപ്പിക്കുന്ന പദ്ധതികൾ, മ്യാൻമാർ വഴിയുള്ള കലാദാൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രോജക്റ്റ് എന്നിവ സിലിഗുരിയുടെ മേലുള്ള അമിത ആശ്രയത്വം കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. സൈനികമായി ഈ മേഖലയിൽ കൂടുതൽ സേനയെ വിന്യസിക്കുന്നതിനൊപ്പം അതിർത്തികളിൽ നൂതന നിരീക്ഷണ സംവിധാനങ്ങളും ഇന്ത്യ സ്ഥാപിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളും ചേർന്നൊരുക്കുന്ന ഈ തന്ത്രപരമായ കെണി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരും ദശകങ്ങളിൽ വലിയൊരു നയതന്ത്ര സൈനിക വെല്ലുവിളിയായി തുടരും. മുൻപ് ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ബംഗ്ലാദേശ് പുതിയ ഭരണകൂടത്തിന് കീഴിൽ ചൈനയോടും പാകിസ്ഥാനോടും കൂടുതൽ അടുക്കുന്നതാണ് എന്നതാണ് സമീപകാലത്തെ സൂചനകൾ വ്യക്തമാക്കുന്നത്.
തീസ്ത നദീതട സംരക്ഷണത്തിനായി ഇന്ത്യ 2024 സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിലും അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പകരം ചൈനയുടെ നിക്ഷേപം നേടാനാണ് ബംഗ്ലാദേശ് താൽപ്പര്യം കാണിക്കുന്നത്. ജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് 96 ഒപ്പിട്ട ഗംഗാജല കരാർ ഈ വർഷം കാലാവധി തികയുന്ന സാഹചര്യത്തിൽ തീസ്ത വിഷയത്തിലെ ബംഗ്ലാദേശിൻ്റെ പുതിയ നിലപാട് ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കും. നിലവിൽ ജപ്പാനും ലോകബാങ്കിനും പിന്നിലായി ബംഗ്ലാദേശിൻ്റെ 4ാമത്തെ വലിയ വായ്പാദാതാവാണ് ചൈന. സാമ്പത്തികമായും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ചൈനയുമായി കൂടുതൽ ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്കാണ് ബംഗ്ലാദേശ് നീങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായി വൺ ചൈന നയത്തിന് ബംഗ്ലാദേശ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ചൈന സന്ദർശിക്കുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യയിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും ബെയ്ജിങ്ങിലെ കൂടിക്കാഴ്ചയുടെ ഫലങ്ങൾ ഇന്ത്യക്ക് അനുകൂലമല്ല എന്നതാണ് വസ്തുത. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ സാമ്പത്തികമായി സ്വാധീനിക്കുന്നത് വഴി വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. എന്നാൽ ദക്ഷിണേഷ്യയിലെ സുസ്ഥിരതയ്ക്കും ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അയൽ രാജ്യങ്ങളുമായുള്ള സന്തുലിതമായ ബന്ധം അനിവാര്യമാണ്. തീസ്ത പദ്ധതിയിലൂടെ ചൈന ബംഗ്ലാദേശിൽ നടത്തുന്ന ഇടപെടലുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. പ്രാദേശിക വികസനത്തെക്കാൾ ഉപരിയായി തന്ത്രപരമായ മേധാവിത്വം ലക്ഷ്യമിടുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുവാൻ ഇന്ത്യ കൂടുതൽ കരുതലോടെയുള്ള നയതന്ത്ര നടപടികൾ സ്വീകരിക്കേണ്ടി വരും. സിലിഗുരി കോറിഡോറിന് ചുറ്റും ചൈന നെയ്തെടുക്കുന്ന തന്ത്രപരമായ വെല്ലുവിളികൾക്ക് ഇന്ത്യ നൽകുന്ന മറുപടി കേവലം ഒരു സൈനിക നീക്കത്തിൽ ഒതുങ്ങുന്നതായിരിക്കില്ല. മറിച്ച് അത് അത്യാധുനിക സാങ്കേതിക വിദ്യയും നയതന്ത്ര ചാരുതയും അടിസ്ഥാന സൗകര്യ വികസനവും ഒത്തുചേരുന്ന ഒരു ബഹുമുഖ പ്രതിരോധ പദ്ധതിയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ ഇന്ത്യയുടെ അഖണ്ഡതയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിനാൽ ചിക്കൻ സ്നെക്ക് മേഖലയിലെ ഏത് ചെറിയ ചലനത്തെയും ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുക. ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങളെ പ്രതിരോധിക്കുവാൻ ഭാരതം സ്വീകരിക്കുന്ന മറുപടി തന്ത്രങ്ങൾ രാജ്യത്തിൻ്റെ സൈനിക ശേഷിയെയും പ്രാദേശിക സ്വാധീനത്തെയും പുനർവിചിന്തനം ചെയ്യുന്നതാണ്. സൈനികമായ പ്രതിരോധമാണ് ഇന്ത്യയുടെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ മറുപടി. സിലിഗുരി കോറിഡോറിന് കാവലൊരുക്കുവാൻ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വടക്കൻ കമാൻഡിന് കീഴിൽ സുസജ്ജമായ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഈ മേഖലയിൽ കൂടുതൽ പർവ്വത യുദ്ധ വിദഗ്ധരെ വിന്യസിക്കുന്നതോടൊപ്പം അത്യാധുനിക റഡാറുകളും നിരീക്ഷണ ഡ്രോണുകളും ഉപയോഗിച്ച് അതിർത്തികളിൽ 24 മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ട്. ചൈനയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചടിക്കുവാനായി ബ്രഹ്മോസ് മിസൈലുകളും ആകാശ് പ്രതിരോധ സംവിധാനങ്ങളും ഈ മേഖലയിൽ സജ്ജമാണ്. വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ഹാസിമാര പോലെയുള്ള വ്യോമതാവളങ്ങളിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചതും ചൈനയുടെ ഏത് നീക്കത്തെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. സിലിഗുരി കോറിഡോറിന് മേലുള്ള അമിത ആശ്രയത്വം കുറയ്ക്കുക എന്നതാണ് ഇന്ത്യയുടെ 2ാമത്തെ തന്ത്രം. ഇതിനായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബദൽ പാതകൾ നിർമ്മിക്കുക എന്നതാണ് ഇന്ത്യ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മാർഗം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗ്ലാദേശുമായുള്ള ഗതാഗത കരാറുകളാണ്. ചിറ്റഗോങ്, മോങ്ല തുറമുഖങ്ങൾ ഉപയോഗിക്കാൻ ബംഗ്ലാദേശ് അനുമതി നൽകിയതോടെ സിലിഗുരി വഴി അല്ലാതെ തന്നെ കടൽ മാർഗം വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് ചരക്കുകൾ എത്തിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യാൻമർ വഴി നടപ്പിലാക്കുന്ന കലദാൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രോജക്റ്റ് പൂർത്തിയാകുന്നതോടെ കൊൽക്കത്തയിൽ നിന്ന് മിസോറാമിലേക്ക് മറ്റൊരു സുരക്ഷിത പാത കൂടി ലഭ്യമാകും. ഇത്തരം ബദൽ മാർഗങ്ങൾ സിലിഗുരി കോറിഡോർ ഉപരോധിക്കപ്പെട്ടാലും വടക്ക് കിഴക്കൻ മേഖലയെ ഇന്ത്യയിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശം ചൈനയ്ക്ക് നൽകുന്നുണ്ട്. അയൽ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഭാരതത്തിൻ്റെ പ്രതിരോധ നയത്തിൻ്റെ മറ്റൊരു നിർണായക വശം. ബംഗ്ലാദേശിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ആ രാജ്യത്തെ ഇന്ത്യയുമായുള്ള സാമ്പത്തിക സഹകരണത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ഭാരതം ശ്രമിക്കുന്നു. തീസ്ത നദി പദ്ധതിയിൽ ചൈനീസ് ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിന് സമാനമായോ അതിനേക്കാൾ മികച്ചതോ ആയ സാങ്കേതിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് ബംഗ്ലാദേശിനെ ഒപ്പം നിർത്തുവാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇതിനു പുറമെ നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായി കൂടുതൽ പ്രതിരോധ സാമ്പത്തിക കരാറുകൾ ഏർപ്പെടുന്നത് വഴി ചൈനയ്ക്ക് ഈ രാജ്യങ്ങളിൽ ലഭിക്കാവുന്ന സ്വാധീനം പരിമിതപ്പെടുത്തുവാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. നൈബർഹുഡ് ഫസ്റ്റ് നയത്തിലൂടെ അയൽ രാജ്യങ്ങളെ ഇന്ത്യയുടെ സുരക്ഷാ പങ്കാളികളാക്കി മാറ്റാനാണ് നയതന്ത്ര തലത്തിൽ ഭാരതം പരിശ്രമിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ അതിർത്തികളെ ശക്തിപ്പെടുത്തുന്ന വൈബ്രന്റ് വില്ലേജ് പദ്ധതിയും ഇന്ത്യയുടെ മറുപടിയുടെ ഭാഗമാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ ജനവാസം ഉറപ്പാക്കുകയും അവിടെ മികച്ച റോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളും ഒരുക്കുന്നതിലൂടെ ശത്രുവിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ പ്രാദേശിക ജനതയുടെ സഹായം കൂടി ഇന്ത്യ ഉറപ്പാക്കുന്നു. ചുരുക്കത്തിൽ ചൈനയുടെ സൈനിക ഭീഷണിയെ നേരിടാൻ ഇന്ത്യ കേവലം ആയുധങ്ങളിലല്ല വിശ്വസിക്കുന്നത്, മറിച്ച് തന്ത്രപരമായ സഖ്യങ്ങൾ, ബദൽ ഗതാഗത മാർഗങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര പ്രതിരോധ കവചമാണ് ഭാരതം തീർക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വടക്ക് കിഴക്കൻ ഇന്ത്യയെ സംരക്ഷിക്കുവാൻ ഭാരതം സുസജ്ജമാണ് എന്ന ഉറച്ച ബോധ്യമാണ് ഈ തന്ത്രങ്ങളിലൂടെ ലോകത്തിന് നൽകുന്നത്. വെബ് ഡെസ്ക്
തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.